വീണ, പറയച്ചാ. നിനക്കൊരു ഗുഡ് ന്യൂസ്. എന്താ അച്ഛാ? എന്റെ അനിയത്തിയുടെ ഫ്രണ്ട് രാഘവനില്ലേ, USA സോഫ്റ്റ്വെയർ അയാളല്ലേ? അവനെ നിനക്ക് കല്യാണം ആലോചിക്കാന്നൊരു പ്ലാൻ ഉണ്ട്. ഉം. നിന്റെ ജാതകവും സെറ്റായിട്ടുണ്ട്. ജാതകം ചേർന്നു എന്ന് പറഞ്ഞ് തിരക്ക് പിടിക്കണ്ട അച്ഛാ. അവനെ കുറിച്ച് നന്നായിട്ട് അന്വേഷിക്ക. എല്ലാം നോക്കിയിട്ടുണ്ട്, എല്ലാം ഓക്കെ. നിനക്ക് ഓക്കെ ആണോ? അച്ഛന്റെ ഇഷ്ടം പോലെ. വിഷമിക്കണ്ടടാ. പോലീസ് എന്നെ അടിച്ചുകൊണ്ടും എനിക്ക് സങ്കടമില്ലടാ. ചെയ്യാത്ത തെറ്റിന് എന്നെ ഇങ്ങനെ ജയിലിട്ടേക്കുന്നില്ലേ, അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. സമയം ശരിയല്ലടാ. IPL ഇരിക്കേണ്ട ഈ നീയെ ഇപ്പൊ ജയിലിലാണ്. പിന്നെ അച്ഛൻ എവിടെ? നിന്റെ ബെയിലിന്റെ കാര്യമായിട്ട് പുറത്ത് ചുറ്റിക്കൊണ്ടിരിപ്പുണ്ട്. ശരി, അതൊക്കെ വിട്. നിനക്ക് ബിരിയാണി ഇഷ്ടമല്ല, അതുകൊണ്ടാണ് മേടിച്ചോണ്ടെന്ന് കഴിക്കടാ. വേണ്ട. വേണ്ടെന്നോ? പുറത്ത് എത്ര പേരെ ഞാൻ മാനേജ് ചെയ്ത് എടുത്തോണ്ട് വന്നേക്കുവാ. സ്മെല്ലൊക്കെ സൂപ്പറായിട്ടുണ്ട്, നീ ഇങ്ങോട്ട് കഴിച്ചേ. സ്മെല്ല് സൂപ്പറായിട്ടില്ലേ? മച്ചാ, സ്മെല്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നു. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ കാറിനകത്ത് ഒന്നുമില്ലായിരുന്നു, ഒന്നുമില്ലാതെയാണ് പോയത്. പക്ഷേ ആ പോലീസ് ചെക്ക് പോസ്റ്റിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് എൻ്റെ വണ്ടിക്കകത്തുനിന്ന് സാധനം കിട്ടിയത്. അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. മച്ചാ, നീ ഒരു കാര്യം ചെയ്യും, അവിടെയുള്ള ആ CCTV ക്യാമറയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും, എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടും. ശരിയടാ. അവനെ പിടിച്ച സ്പോട്ട് ഇതാണ്, പക്ഷേ ഇവിടെ CCTV സ്പോട്ട് ഇത് തന്നെയാ. ചേട്ടാ, അങ്ങോട്ട് നോക്കിയ ക്യാമറ. ഇതാ നോക്കിക്കോളൂ. ഇതൊന്നു മാത്രം മതിയടാ എൻ്റെ മോനെ പുറത്തു കൊണ്ടുവരാനായിട്ട്. അനിയ, ഇതൊന്ന് പെൻഡ്രൈവിലൊന്ന് കോപ്പി ചെയ്ത് തരാമോ? ഒരുപാട് കഷ്ടപ്പെട്ട് CCTV ഫുട്ടേജ് കളക്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ വെങ്കടേഷ് സാർ. ആ എവിഡൻസ് ഒക്കെ എടുത്തിട്ട് എൻ്റെ വീട്ടിലേക്ക് പോരെ. അത് മാത്രം മതി നമുക്ക് കേസ് റീഓപ്പൺ ചെയ്യാനായിട്ട്. താങ്ക് യു സാർ, ഞാൻ വന്നേക്കാം. എവിടെയോ കണ്ടതുപോലുണ്ടല്ലേ? നിന്റെ മോനെ കുടുക്കിയത് ഞാനാ. ഹലോ, ശരി, ആ കാര്യം ഞാൻ നോക്കാം. ഹലോ മൗന, ഇപ്പോഴാണ് ന്യൂസ് കിട്ടിയത്. നീ ശ്രദ്ധിച്ച് കേൾക്ക്. എല്ലാ സ്ഥലത്തും ചെക്ക് പോസ്റ്റ് വെച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ പുറകിൽ ഞാനുണ്ടെന്നറിഞ്ഞാ എൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ അസ്തമിക്കും. പക്ഷേ ഒരു കാരണവശാലും നമ്മൾ പിടിക്കപ്പെടാൻ പാടില്ല. ബി കെയർഫുൾ. ഓക്കെ ഡാർലിംഗ്, ഞാൻ നോക്കിക്കോളാം. അതാണ് സംഭവം. ആ ഡ്രഗ് കേസിൽ നിന്റെ മോനെ കുടുക്കിയതിന് ശേഷം ആ പയ്യനെക്കുറിച്ച് ഞാൻ എല്ലാം അന്വേഷിച്ചു. അവൻ ബുദ്ധിശാലിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഊഹിച്ചതുപോലെ തന്നെ അന്ന് ചെക്ക് പോസ്റ്റിൽ എന്താ നടന്നെന്ന് അവൻ മനസ്സിലാക്കി. ഈ എവിഡൻസ് ഒക്കെ കാണിച്ച് നിന്റെ മോനെ രക്ഷപ്പെടുത്തി എന്നെ കുടുക്കി ജയിലിലേക്ക് അയക്കണം എന്നാണോ നീ വിചാരിക്കുന്നത്? ഏയ്, ആ ദൈവം എൻ്റെ മോൻ്റെ നല്ലതിന് വേണ്ടിയാണ് ഈ ആധാരം എൻ്റെ കയ്യിലെത്തിച്ചത്. അവനെ വെളിയിൽ കൊണ്ടുവന്ന് നിന്നെ ഞാൻ അകത്താക്കിയേക്കാം. വെരി ഗുഡ്. ഇതെല്ലാം നടക്കണമെങ്കിൽ ആദ്യം നീ ജീവനോടെ ഇരിക്കണ്ടേ?
ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു അച്ഛാ. താങ്ക് യു ഹാപ്പി അമ്മ. ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. സാർ ഇവിടെ മോളുടെ ബർത്ത്ഡേ ആഘോഷിക്കല്ലേ? നീ എന്തിനാ ഞങ്ങളെ വീട്ടിൽ വന്നേ? എന്താ സാറേ വിളിക്കാതെ വന്നതുകൊണ്ട് സാറിന് ദേഷ്യമായോ? അതിന് ഒരു ഒപ്പ് ചോദിച്ചിട്ട് സാറ് തന്നില്ല. ഒരു കഷ്ണം കേക്കെങ്കിലും എന്താ? മര്യാദക്ക് പുറത്തു പോ. തന്റെ മോളൊരു കൊച്ചു സുന്ദരിയാണല്ലോ സാറേ. മര്യാദയ്ക്ക് സംസാരിച്ചോ, ഇല്ലെങ്കിൽ ചെരുപ്പ് മുഖത്ത് വീഴും. ഏയ്, കൈ എടുക്കടാ. മോളൊന്ന് സഹകരിക്കേ, നല്ല സുഖമായിരിക്കും. എടോ എമ്മാറോ, എന്നെ കുറിച്ചെല്ലാം അറിഞ്ഞിട്ടും താൻ എന്നോട് എതിർക്കാൻ വന്നു. ഇപ്പൊ കണ്ടില്ല എന്താ ഉണ്ടായെന്ന്. ഇവരിപ്പോ എന്ത് കാര്യത്തിനാ മരിക്കണേ? വേറെന്തിനാ, പ്രേമിച്ചവനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് അച്ഛനും അമ്മേനെയും കൊന്നു കളഞ്ഞു. മുത്തപ്പ, ഇവിടെ പറഞ്ഞത് നീ കേട്ടില്ലേ? എന്നാ തുടങ്ങിക്കോ. അച്ഛാ, അച്ഛാ. എന്തടി നീ എന്താ ഒന്നും കഴിക്കാതിരിക്കുന്ന? മോന്ത കണ്ട ഒരു തെറ്റും ചെയ്യാത്ത പാവത്തിനെ പോലുണ്ടല്ലോ. ഒരു ദയ ഇല്ലാതെ നീ അച്ഛനും അമ്മയെ പോലും കൊന്നില്ലേ. ഇനി ജീവിതകാലം മുഴുവൻ ഇവിടെ കിടക്കാം. കഴിക്ക്, കോടതി പോകാൻ സമയമായി. എല്ലാരും നിന്നെ തൂക്കിക്കൊല്ലുന്നാ പറയുന്നത്.